ഹായ് ഗായ്സ്, നമുക്കിന്നേ ഫ്രൈ പാനിൽ എങ്ങനെയാണ് ചിക്കൻ അൽഫാം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ 2 പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒന്ന് ബ്രസ്റ്റ് പീസാണ്, ഒന്ന് ചിക്കൻ ലെഗാണ്. അപ്പോൾ അത് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, ഉപ്പ്, വിനാഗിരി ഇതിലൊന്ന് മുക്കി വെച്ചിട്ടോ. ഇനി നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടി തൈര്, സവാള, തക്കാളി 2 ചെറിയ മീഡിയം സൈസ് തക്കാളി, മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി, 2 പച്ചമുളക്, പിന്നെ വറ്റൽമുളക്. നമ്മുടെ കാശ്മീരി ചില്ലിയാണ്, ചൂട് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്താണ് അരമുറി നാരങ്ങയുടെ നീര് കൂടി എടുത്ത് നമുക്ക് ബാക്കിയെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഓക്കെ, ഞാനതെല്ലാം കൂടിയിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് അരച്ചിട്ട് വരാം. നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കാം. കൂടെ നമ്മളുടെ മസാല പൊടിച്ച മസാലയുണ്ട്, അതുപോലെ കുരുമുളക് പൊടിയുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരിത്തിരി ചെറിയ ജീരകത്തിൻ്റെ പൊടി. പിന്നെ പൊടികളെല്ലാം കാട്ടെ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നോക്കിയിട്ട് ആവശ്യത്തിന് കുറച്ചുകൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. മസാലയൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് പുരട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രീസറിലൊന്ന് വയ്ക്കാം, ഫ്രിഡ്ജിൽ വെക്കാം. ഓക്കെ, എനിക്ക് അത്രയും ടൈമില്ല, ഒരു 1 അവർ വെച്ചിട്ട് ഞാൻ എടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ മാഗ്നേറ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ എടുത്ത് നമുക്ക് ഓയിൽ ചൂടായിട്ടുണ്ട്, അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതൊന്നും നമുക്ക് ഫ്ലെയിമിന് കുറച്ച് വെച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഓക്കെ, നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ, ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ചിക്കൻ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മൾ തിരിച്ചും പച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം കേട്ടോ. അത് അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നല്ല മണമൊക്കെ വരുന്നുണ്ട്, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കഴിച്ച് നോക്കിയിട്ട് പറയാം. അപ്പോൾ നമ്മുടെ അൽഫാമും റൈസും റെഡിയായി, നമുക്കിനി കഴിക്കാം. ഓക്കെ.